ഇത്ര നേരം നമ്മൾ പവർട്രോണിക്സിൻ്റെ DC വെച്ചിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇനി സ്റ്റോക്കിൽ എത്ര വ്യത്യാസം വന്നുള്ളത് നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. യെസ്, പവർട്രോണിക്സ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ വണ്ടി ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. ഇതൊരു 2021 KTM Duke 390 ആണ്. വണ്ടി സ്റ്റോക്ക് അല്ല. ഇതിൽ BMCയുടെ പെർഫോമൻസ് എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ലിപ്പ് ഓൺ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഓണർ ഈ വണ്ടി ഇടയ്ക്ക് ട്രാക്കിൽ കറക്കാറുള്ളതാണ്. ഇപ്പോൾ പുള്ളി പ്യുവർ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലുക്സിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. പുള്ളിക്ക് ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ് പോലും താല്പര്യമില്ല ചെയ്യാനായിട്ട്, വിച്ച് ഇൻ എ സെൻസ് ഇസ് ഗുഡ്. പിന്നെ ഈ വണ്ടി അങ്ങനെ സിറ്റിക്ക് അതൊന്നും അധികം ഓടാറൊന്നുമില്ല. കൂടുതലും ഹൈവേസിലാണ്. പിന്നെ ട്രാക്കിൽ മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. പവർട്രോണിക്സ് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യണോ വേണ്ടിയോ? ഫസ്റ്റ് ഓഫ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് 21,500 rupees വരും നിങ്ങൾ പവർട്രോണിക്സ് ചെയ്ത് വരുമ്പോൾ. ഇതാണ് നമ്മുടെ പവർട്രോണിക്സിൻ്റെ മോഡ്യൂൾ വരുന്നത്. ഇത് കൂടാതെ ഒരു മാപ്പ് സ്വിച്ചും കൂടി നിങ്ങൾ എക്സ്ട്രാ വാങ്ങി വയ്ക്കേണ്ടി വരും. ബേസിക്കലി 2 മാപ്പാണ് വരുന്നത്, മാപ്പ് 1, മാപ്പ് 2. മാപ്പ് 1 ആണെങ്കിലും സ്റ്റോക്കിന് മേലെ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ബേസിക്കലി വണ്ടിയുടെ പെർഫോമൻസിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പവർട്രോണിക്സ് വാങ്ങി വെച്ചു എന്ന് കരുതിയിട്ട് മാരക പവർ ഡിഫറൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്പർ 1, ടോട്ടൽ റെസ്പോൺസിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്പർ 2, ടോർക്കിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് വരുന്നില്ല. ഈ വണ്ടി 6 ഗിയറിൽ 80-90 എഫേർട്ട്ലെസ്സി പോകുന്നുണ്ട്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ. ഈ വണ്ടി ഓൾമോസ്റ്റ് 1 വീക്കായിട്ട് എൻ്റെ കയ്യിലുണ്ട്. കൂടുതലും ഹൈവേസിലായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 200 kilometers ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മര്യാദയ്ക്ക് ഓടിച്ച് പോകുകയാണെങ്കിൽ ഒരു 80-90 kilometers മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30+ ഫ്യൂൽ എക്കോണമി സുഖമായിട്ട് കിട്ടും. പിന്നെ അഗൈൻ ഇക്കണ്ട പവർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആ പതുക്കെ പോകാനുള്ള ടെൻഡൻസി പൊതുവെ കുറവായിരിക്കുന്നു മാത്രം. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പവർട്രോണിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മേജർ ഡിഫറൻസ് എനിക്ക് ഫീൽ ആയത്, വണ്ടി ഭയങ്കര സ്മൂത്തായി. 390 ഓൺ ചെയ്യുന്നവർക്കും ഓടിച്ചിട്ടുള്ളവർക്കും അറിയാം വണ്ടി കുറച്ചൊന്ന് റഫായിരിക്കും. അത് കുറേയൊക്കെ വണ്ടി സ്മൂത്തായിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ടോർക്കിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. അതായത് നമ്മൾ പതുക്കെ പോകുമ്പോഴും, ഇപ്പോൾ കണ്ടോ ഞാൻ 4th ഗിയറിൽ 57 kilometers പോണേ. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് ഞാനൊരു 50 താഴെ പോയാലും എൻജിൻ നോക്കിംഗ് ഇല്ല, ഗിയർ മാറാനുള്ള ഒരു ത്വര വണ്ടിക്കില്ല, സ്മൂത്തായിട്ട് കയറി പൊക്കോളും. അപ്പോൾ ടോർക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. എത്രയാണ് കറക്റ്റ് ഫിഗേഴ്സ് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി വ്യത്യാസം വന്നിട്ടുണ്ട്. റേസ് ഡൈനാമിക്സ് അവകാശപ്പെടുന്നത് ഓൾമോസ്റ്റ് 2 bhp കൂടും എന്നാണ്. നമ്മൾ പവർട്രോണിക്സ് ചെയ്തത് റേസ് ഡൈനാമിക്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഡൈനോ ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വണ്ടിയിൽ ഫിൽറ്ററും എക്സോസ്റ്റൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു 2 bhp എങ്കിലും ഈ വണ്ടിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട് പറയാവുന്നതാണ്. ഇപ്പോൾ മാപ്പ് 1 പോകുന്നത്. മാപ്പ് 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്കിന് മേലെ തന്നെയാണ്, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. മാപ്പ് 2 ഇടുമ്പോൾ വണ്ടി കുറച്ചുകൂടി ഒന്ന് അഗ്രസീവ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് 2 സ്വിച്ച് ചെയ്ത് നോക്കാം. നമ്മൾ മാപ്പ് 2 സ്വിച്ച് ചെയ്തു. നമ്മൾ മാപ്പ് 1 പോകുന്ന പോലെ അല്ല, കുറച്ചുകൂടി അഗ്രസീവ് ആണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അത്യാവശ്യം കൈ കൊടുത്തൊക്കെയാണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 25 മേലെയൊന്നും ഫ്യൂൽ എക്കോണമി പ്രതീക്ഷിക്കരുത് ഡ്യൂക്കിൽ നിന്ന്. ഒരു 6000 RPM ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണെന്നുള്ളത്. സ്റ്റോക്കിൽ തന്നെ 390 അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ്. ആ പെർഫോമൻസ് നിങ്ങൾക്ക് മതിയാവുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് പവർട്രോണിക്സ്. സോ നമ്മൾ വീണ്ടും 2nd മാപ്പിലാണ്, 3rd ഗിയർ. തിരിച്ച് മാപ്പ് 1 സ്വിച്ച് ചെയ്യാണ്. സിറ്റി ട്രാഫിക്കിൽ കൂടിപ്പോയ ഒരു 20 kilometers സംതിങ് ഞാൻ ഓടിച്ചിട്ടുണ്ടാവും. അവിടെയും ഈ പറഞ്ഞ പോലെ വണ്ടി കുറെ കൂടി സ്മൂത്തറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾ സ്റ്റോക്ക് ബൈക്കാണ് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പവർട്രോണിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഡിഫറൻസ് കാണിക്കുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്റർ, ഒരു സ്ലിപ്പ് ഓൺ അല്ലെങ്കിൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ പവർട്രോണിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വണ്ടിയിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റേസ് ഡൈനാമിക്സിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ ആദ്യം ഫ്യൂലെക്സ് ചെയ്യും, ഫ്യൂലെക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പവർട്രോണിക്സ് ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നമ്മൾ ഫ്യൂലെക്സ് പ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അഗൈൻ ഈ പറഞ്ഞ പോലെ ഫിൽറ്ററും എക്സോസ്റ്റും മാറി നിങ്ങൾക്കൊരു 20,000 ഒന്നും ചിലവാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫ്യൂലെക്സ് പ്രോ ചെയ്യാവുന്നതാണ്. ഫ്യൂലെക്സ് പ്രോൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 9,000 10,000 rupees ആണ് വരുന്നത്. അത് തന്നെ ഫ്യൂലെക്സ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ബേസിക്കലി അതിന് കൺട്രോൾ സ്വിച്ചസ് ഒന്നും ഉണ്ടാവില്ല. പലരും പറയും എക്സോസ്റ്റ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ECU പ്രോപ്പർലി സെൻസ് ചെയ്യാൻ പറ്റില്ല,
അപ്പോൾ ഫ്യൂല് കുറേ കൂടി ലീനായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ ഹീറ്റിംഗ് കൂടും. ഇതൊക്കെ ശരിയാണ്. അതൊക്കെ തരണം ചെയ്ത് വണ്ടിയുടെ ഒരു മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ, വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത്, സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോകണമെന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഫ്യൂൽ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ പെർഫോമൻസ് ആണ് നോക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ മോഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗിവൺ നിങ്ങൾ ഡ്യൂക്കൊക്കെ പോലത്തെ ഒരു അത്യാവശ്യം അഗ്രസീവ് വണ്ടിയാണ് ഓടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരെ പവർട്രോണിക്സ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീണ്ടും പറയുന്നു, നിങ്ങളൊരു ലോങ് സ്റ്റോക്ക് എൻജിൻസ്, ഒരു ഹിമാലയൻ 411 അല്ലെങ്കിൽ ഒരു ഹോണ്ട CB350, ഹോണ്ട CB350 എന്തോരം വ്യത്യാസം വരുമെന്ന് എനിക്കറിയില്ല. ആൻഡ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് സംവെയർ അറൗണ്ട് 20 to 30K. അതായത് ചിലപ്പോൾ എനിക്ക് ഫ്യൂൽ എക്സ് ചെയ്യാൻ തോന്നും, അത് കഴിഞ്ഞ് പവർട്രോണിക്സ് ചെയ്യാൻ തോന്നും. പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ. ഒരു 30,000 rupees ചിലവാക്കിയിട്ട് നമ്മൾ വിചാരിച്ച പെർഫോമൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിന്നെയും സങ്കടമാവും. അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ വണ്ടി മാറ്റാമെന്ന് കരുതിയത്. ഞാൻ വണ്ടി മാറ്റി 390 അഡ്വഞ്ചർ എടുത്തു. പിന്നെ നിങ്ങൾ ഫ്യൂൽ എക്സ് അല്ലെങ്കിൽ പവർട്രോണിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പവർട്രോണിക്സ് അല്ലെങ്കിൽ ഫ്യൂൽ എക്സ് വെച്ചിട്ട് സർവീസിന് വണ്ടി നിങ്ങളുടെ ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ ഒരു വാറൻറ്റി ഉള്ള ബൈക്കായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാറൻറ്റി എപ്പോൾ വോയിഡായും ചോദിച്ചാൽ മതി. ECUവിനെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ പവർട്രോണിക്സും ഫ്യൂൽ എക്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ECU സംബന്ധമായിട്ടുള്ള എന്തൊരു മോഡ് വന്നാലും അതിനെ കമ്പനിക്ക് വാറൻറ്റി റിജക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കി കണ്ടും വേണം നിങ്ങൾ പവർട്രോണിക്സ് അല്ലെങ്കിൽ ഫ്യൂൽ എക്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഈ വണ്ടിയുടെ വാറൻറ്റി കഴിഞ്ഞതാണ്, അവൻ എക്സ്റ്റൻഡഡ് വാറൻറ്റി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ വണ്ടിക്ക് വാറൻറ്റി ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യണ്ട എന്നേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് BMCയുടെ അല്ലെങ്കിൽ KNൻ്റെ ഒക്കെ പെർഫോമൻസ് എയർ ഫിൽറ്റർ വാങ്ങി വയ്ക്കാം. വേറെ പല ഇന്ത്യൻ ബ്രാൻഡ്സൊക്കെ ഞാൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാ ഫിൽറ്റേഴ്സും ലുക്സ് ദ സെയിം. പക്ഷേ പേഴ്സണലി ഞാൻ KNനും BMCയും ഉപയോഗിച്ച് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ലൈഫ് അതിന് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതേപോലെ ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ സെറാമിക് ബ്രേക്ക് പാഡ്സ് എൻ്റെ ഒരു ഫ്രണ്ട് ആളുടെ സൂപ്പർ മീറ്റിയോർ 650 വാങ്ങിയിട്ടിട്ട് ഹാർഡ്ലി 2000 kilometers പോലും ഓടിയില്ല എന്നുള്ളതാണ്. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടകരമാണ്. കാരണം ഈ പറഞ്ഞ സെറാമിക് ബ്രേക്ക് പാഡ്സിന് റേറ്റ് കുറവല്ല, ഓൾമോസ്റ്റ് 1000 to 1200 rupees റേറ്റ് വരുന്നുണ്ട് ഒരു പെയറിന്. എന്നിട്ടും ആകെ 2000 kilometers ലൈഫ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും സങ്കടമാവില്ലേ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, കണ്ടോ ഞാനിപ്പോൾ 5th ഗിയറിൽ 60 kilometers ഒരു നോക്കിങ്ങും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടാണ് പോകണം. ഇതൊക്കെ പവർട്രോണിക്സ് ചെയ്തതിന് ശേഷം ഈ വണ്ടിയിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. മൈലേജ് കണ്ടോ 27.7 ആണ്. ഇതിൻ്റെ ഓണറിന് എനിക്ക് തോന്നുന്നു ഒരു 25 മേലെ അവൻ കണ്ട് കാണില്ല. അഗൈൻ പുള്ളിക്കാരൻ അത്യാവശ്യം അഗ്രസീവായിട്ട് തന്നെയാണ് ഓടിക്കാറുള്ളത്. പവർട്രോണിക്സ് വെക്കുന്നതിന് മുന്നേ ഈ വണ്ടി കൊണ്ട് ഞാൻ പലതവണ സമാധാനത്തിൽ പോകാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല ഈ വണ്ടിക്ക്. അതായത് ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ കൊണ്ടു നടക്കാം. പക്ഷേ പവർട്രോണിക്സ് ചെയ്യുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മളോട് തന്നെ പറയും, നിനക്ക് ഓടിക്കാൻ പറ്റില്ല, നീ നിർത്തിയിട്ട് പൊക്കോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ആശാൻ, അത് പറയാൻ തന്നെ വേണം. 4th ഗിയറിൽ ഞാൻ 60 kilometerലാണ് പോകണം. എന്തെങ്കിലും നോക്കിങ്ങോ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ റോഡ് മോശമായതിൻ്റെ പേരിലാണ്. ഒരു റോഡ് ടാർ ചെയ്യുന്നതിന് മുന്നേ ഗ്രിപ്പ് പോലെ വരച്ചിടില്ലേ, ഇപ്പോൾ കിടന്ന് ഇങ്ങനെ കറച്ചുകൊണ്ടിരിക്കുകയാണ്. പവർട്രോണിക്സ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് വാട്ടർ റെസിസ്റ്റൻറ്റ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ആ ഭാഗത്തേക്ക് അധികം വെള്ളം നനയാണ്ടൊക്കെ നോക്കുക. അഗൈൻ വാട്ടർ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാറൻറ്റി കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. 1 year ആണെന്ന് തോന്നുന്നു പവർട്രോണിക്സിൻ്റെ കമ്പനി കൊടുക്കുന്ന വാറൻറ്റി. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ പവർട്രോണിക്സിൻ്റെ ECUവിന് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു സ്റ്റോക്ക് കപ്ലർ കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ECUയിലോട്ട് നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. അത് ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു ലോങ് ഒക്കെ പോകുമ്പോൾ എടുത്ത് കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും, എസ്പെഷ്യലി മഴക്കാലത്തൊക്കെ. ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, എന്തും സംഭവിക്കാം. ജസ്റ്റ് ബി ഓൺ ദ സേഫർ സൈഡ് അത് കൈ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പലർക്കും ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് പവർട്രോണിക്സിനെ കുറിച്ച്. അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്യൂക്കൊക്കെ പോലത്തെ അത്യാവശ്യം അഗ്രസീവ് വണ്ടിയും അതല്ലാത്ത ലോങ് സ്റ്റോക്ക് വണ്ടികളിലാണ് കൂടുതൽ മിക്സ്ഡ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുള്ളത്. ലോങ് സ്റ്റോക്ക് എഞ്ചിൻസ് നമ്മൾ എത്രയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്താലും ആ എഞ്ചിനൊക്കെ ഒരു പരിധിയുണ്ട് നമുക്ക് പെർഫോമൻസ് തരുന്നതിന്. പക്ഷേ ഡ്യൂക്ക് പോലത്തെ വണ്ടികൾ നിങ്ങളതൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് വണ്ടി തരുന്നുണ്ടെന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ടോപ്പ് എൻഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 to 6 kilometers ഡിഫറൻസ് മാത്രമാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഇനീഷ്യലും ആ മിഡ് റേഞ്ചിൻ്റെ ആ ഒരു പഞ്ച് ഉണ്ടല്ലോ, അത് ശരിക്കും കയറുന്നുണ്ട് പവർട്രോണിക്സിൽ. പിന്നെ സിറ്റി റൈഡ്സിൽ എനിക്ക് തോന്നിയതാണെന്ന് അറിയാൻ പാടില്ല, കാരണം എൻ്റെ വണ്ടിയും 390 തന്നെയാണ്. എൻ്റെ വണ്ടി സിറ്റിയിൽ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് ആവാറുണ്ട്. ഇതിൽ അങ്ങനെ ഹീറ്റിംഗ് പൊതുവെ കുറവാണ് ഇപ്പോൾ ഈ പവർട്രോണിക്സ് ചെയ്തതിന് ശേഷം. ഈ ഒരു ഡിവൈസാണ് നമുക്ക് പവർട്രോണിക്സ് മേടിക്കുമ്പോൾ കൂടെ കിട്ടുന്നത്. നമ്മൾ ഈ പവർട്രോണിക്സ് ECU അഴിച്ച് മാറ്റിയിട്ട് ഈ ഒരു ക്ലിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ECU ആയിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നത്. ഞാനത് സ്വിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ പവർട്രോണിക്സിൻ്റെ ECU അഴിച്ചെടുക്കണം. ഈ ലോക്ക് അഴിച്ച് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതാ കണ്ട സാധനം പോകുന്നു. നമ്മൾ തിരിച്ച് സ്റ്റോക്കാക്കാൻ പോവാണ്. വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പവർ ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ, പവർ വന്നു. വണ്ടി ഓൺ ചെയ്ത് കാണിച്ചു തരാം.
ഇൻജക്ടർ വർക്കിംഗ് ആണ്, സ്പാർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി വണ്ടി സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ പവർട്രോണിക്സിൻ്റെ ECU വെച്ചിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇനി സ്റ്റോക്കിൽ എത്ര വ്യത്യാസം വന്നുള്ളത് നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഞാൻ തിരിച്ച് സ്റ്റോക്കാക്കി നമ്മൾ സിറ്റിക്കകത്തിട്ട് കയറി ഹീറ്റിങ് തുടങ്ങി. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈവേസിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഓടിച്ചിട്ട് അങ്ങനെ മാർഗ വ്യത്യാസമല്ല, ചെറിയൊരു ഡ്രോപ്പ് ഫീൽ ചെയ്യാനുണ്ട്. ആ റഫ്നെസ് ചെറുതായിട്ട് വന്നു തുടങ്ങി. വണ്ടി അത്രയ്ക്കാണ്ട് സ്മൂത്തല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പവർട്രോണിക്സ് ECU നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. പവർട്രോണിക്സ് എന്താണെന്നുള്ളത് പലർക്കും അറിയുമായിരിക്കും. എനിക്ക് പേഴ്സണലി പവർട്രോണിക്സ് ചെയ്തൊരു വണ്ടി കുറച്ചധികം ദൂരം ഓടിക്കാൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ആ ഓടിച്ച എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സ് അറിയിക്കുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.